ഇഡ്ഡലിക്ക് മാവ് അരയ്ക്കുന്നത് 3 ദിവസം കൂടുമ്പോൾ നമ്മൾ അരച്ചെടുത്ത് വയ്ക്കും. വീട്ടിൽ അരയ്ക്കുമ്പോൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. നല്ല ഉഴുന്ന് തന്നെ വാങ്ങിക്കാൻ ശ്രമിക്കുക. കാരണം വില കുറഞ്ഞ ഉഴുന്നെന്ന് പറയുമ്പോൾ അത് ശരിക്കും മാവ് ക്വാണ്ടിറ്റി കുറഞ്ഞു പോകും. അപ്പോൾ പറയുന്ന അളവുകളും തെറ്റിപ്പോകും. അതുകൊണ്ട് 1 ഗ്ലാസ് ഉഴുന്നിന് 4 ഗ്ലാസ് അരി ഇടുക. 4 ഗ്ലാസ് അരി നല്ല ഒരു വട്ടം കഴുകിയാൽ മതി. അധികം കഴുകിയാൽ അതിൻ്റെ സത്ത് പോവും. ഒരു വട്ടം കഴുകിയ കുതിർത്തിയിടുക. അതിനുശേഷം നമ്മൾ ഒരു ഗ്ലാസ് ഉഴുന്ന് 4 ഗ്ലാസ് അരി എന്ന അളവിൽ, പിന്നെ 2 പിടി പച്ചരിയും കൂടെ ചേർത്ത് അരിയുടെ കൂടെ പച്ചരി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കിയിട്ട് അതേ കുറച്ച് പുളിക്കുമ്പോഴേ നെക്സ്റ്റ് ഡേത്തിൽ പുളിക്കുമല്ലോ, ആ സമയത്ത് അത് ദോശയാകുമ്പോൾ പച്ചരി കൂടുതലുണ്ടെങ്കിൽ നമുക്കതിൽ നല്ല നീട്ടി ഉണ്ടാക്കാനായിട്ട് കൊള്ളാം. അതിനുശേഷം 3-ാമത്തെ ദിവസം ആ മാവ് തന്നെ നമ്മൾ കുറച്ച് പാലും കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ടിട്ട് അപ്പം പോലെ ഉണ്ടാക്കി കഴിക്കാം അപ്പച്ചട്ടിയിൽ. ഇത് ഉഴുന്ന് അരയ്ക്കുന്ന സമയത്ത് അധികം ചൂടാവാൻ പാടില്ല. ചൂടായി കഴിഞ്ഞാൽ അത് കളറുമായി റോസ് കളറായി പോകും. നമുക്ക് ഉഴുന്ന് മാവ് എപ്പോഴും അരയ്ക്കുമ്പോൾ നല്ല വൈറ്റ് കളർ കിട്ടണം. അതിന് നമ്മൾ കൂടെ നിന്നിട്ട് കൂടുതൽ നേരം ഗ്രൈൻഡറിലിട്ട് അരയ്ക്കാൻ പാടില്ല. നമ്മൾ നല്ലപോലെ കുതിർന്നതിന് ശേഷം കുറേശ്ശെ വെള്ളം ചേർത്ത് നമുക്ക് അരയ്ക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ നമ്മൾ മടി വിചാരിച്ചിട്ട് കുറേ നേരം കഴിഞ്ഞിട്ടാണ് ഗ്രൈൻഡറിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഗ്രൈൻഡർ ഉള്ള സാധനം നല്ല ഹീറ്റായി മാവ് ചുട്ട് കരിവാളിച്ച് റോസ് കളറിലായി പോകും. പിന്നെ ആ മാവിന് നിങ്ങൾക്ക് ഒന്നിനും കൊള്ളില്ല. ആ ഇഡ്ഡലി ഉണ്ടാക്കിയാലും നന്നായിരിക്കില്ല, ദോശ ഉണ്ടാക്കിയാലും നന്നായിരിക്കും. ഓക്കെ, അപ്പോൾ വറുത്തതാണെങ്കിൽ പിന്നെ മുറുക്കുണ്ടാക്കാനോ ശീട ഉണ്ടാക്കാനോ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. സോ ഫ്രൈ ആവാൻ ഒരിക്കലും ഇടരുത്. നല്ല ചില്ലെന്ന് പറഞ്ഞ് തന്നെ അരച്ചെടുക്കണം ഉഴുന്ന്. അപ്പം ഈ മാവ് നമ്മൾ ആദ്യത്തെ ദിവസം ഇത്തിരി കട്ടിക്ക് എടുക്കുമ്പം ഇഡ്ഡലിയും ഉണ്ടാക്കാം, നെക്സ്റ്റ് ഡേ ദോശ ഉണ്ടാക്കാം, ഇത്തിരി നീർത്ത് പോകുമ്പോൾ ദോശ ഉണ്ടാക്കാം. അതിന് ശേഷം നല്ല പുളിയായി എന്ന് പറയുമ്പോഴത്തേക്കും അതിൽ പാലും തേങ്ങാപ്പാൽ അല്ലെങ്കിൽ പശുവും പാൽ, കുറച്ച് പഞ്ചസാര, 1 സ്പൂൺ പഞ്ചസാരയും 1 നുള്ള് അപ്പം സോൾട്ടും കൂടെ ഇട്ടിട്ട്, നമ്മൾ ഫ്രൂട്ട് സോൾട്ട് വേണമെങ്കിൽ ഇടാം, അതിട്ടിട്ട് നമ്മൾ കലക്കി അപ്പച്ചട്ടിയിൽ തുടച്ചിട്ട് നമ്മൾ അപ്പം ഒഴിച്ച് പിന്നെ തേങ്ങാപ്പാൽ മുകളിൽ ഒഴിച്ചിട്ട് കഴിക്കണം. അപ്പോൾ ഒരേ മാവ് തന്നെയാണ് പല ഉപയോഗങ്ങളും. ഈ പുളിച്ച മാവിൽ തന്നെ കുറച്ച് അരിപ്പൊടി, കുറച്ച് റവ, കുറച്ച് മൈദ 3ഉം കൂടെ ഇട്ട് നല്ല നീർക്ക കരച്ചിട്ട് പച്ചമുളക്, കറിവേപ്പില, കുരുമുളക്, ജീരകം പൊടിച്ചത്, അങ്ങനെയൊക്കെ എല്ലാം കൂടെ ഇട്ട് നമ്മൾ ഇത്തിരി കായപ്പൊടിയും കൂടെ ഇട്ട് കലക്കി നല്ലപോലെ നീർക്ക കലക്കി കഴുകിയതുപോലെ പാത്രത്തിൽ നിന്ന് കഴുകിയെടുത്തതുപോലെ ഇരിക്കണം മാവ്. അതെടുത്ത് നമ്മൾ ദോശക്കല്ലിൻ്റെ പുറത്ത് ഇങ്ങനെ തെളിച്ചാൽ മതി. നല്ല മുരിച്ചെടുത്ത് എണ്ണയൊക്കെ കോരി ഒഴിച്ച് കുറേ നേരം ഒഴിച്ച് ഉണ്ടാക്കുമ്പോൾ റവ ദോശ കിട്ടും. സോ ഒരേ മാവാണ്. അപ്പോൾ അതിൻ്റെ അളവ് എത്രയാണെന്ന് അറിയണ്ടേ നമുക്ക്. അതുകൊണ്ട് 1 ഗ്ലാസ് ഉഴുന്ന്, 1 ടേബിൾ സ്പൂൺ ഉലുവ, 2ഉം കൂടെ ഇട്ട് അരച്ചെടുക്കണം. 1 മണിക്കൂർ കുതിർന്നാൽ മതി, നമുക്ക് അരയ്ക്കാൻ പറ്റും. തലേന്നും ഇടാറുണ്ട്, എന്നാലും 1 മണിക്കൂർ കുതിർന്നാൽ മതി. ഇത് നമുക്കിത് അരച്ചെടുക്കാവുന്നതാണ്. ചിലർ ഫ്രിഡ്ജിനകത്തൊക്കെ വെച്ചിട്ടാണ് അരച്ചെടുക്കുന്നത്. അല്ലെങ്കിൽ അരയ്ക്കുമ്പോൾ നമ്മൾ ഈ മിക്സിയിലൊക്കെ അരയ്ക്കുന്ന ഒരു ഐസ് ക്യൂബൊക്കെ ഇട്ട് അരയ്ക്കുന്നു എന്നൊക്കെ പറയുന്നു. ഗ്രൈൻഡറാണ് നല്ലത്. നമ്മളിപ്പോൾ 4 ഗ്ലാസ് റൈസ് എടുത്തിട്ടുണ്ട്. ഒരേ ഒരു പ്രാവശ്യം ഞാൻ കഴുകിയിട്ടുള്ളൂ. 2-3 പ്രാവശ്യമൊന്നും കഴുകാൻ പാടില്ല, അതിൻ്റെ സത്ത് മുഴുവൻ പോവില്ലേ. അപ്പോൾ അതിൽ നമ്മൾ പച്ചരി 2 പിടി കൂടെ കുതിർത്തിയിട്ടിട്ടുണ്ട്. ഇത് ഇപ്പോൾ ഉഴുന്നാണ് ആദ്യം മാട്ടിയെടുക്കേണ്ടത്. അരി ആദ്യം എടുത്തു കഴിഞ്ഞാൽ ഉഴുന്ന് ക്വാണ്ടിറ്റി കുറഞ്ഞു പോകും. അതുകൊണ്ട് ആദ്യം ഉഴുന്ന് അരച്ചെടുത്തതിന് കോരിയതിന് ശേഷമേ അരിശിടാവൂ. അപ്പം 2ഉം കൂടെ പിന്നെ അരി ഇടുമ്പോൾ അരി ആട്ടിയതിന് ശേഷം 1 പിടി വെന്ത ചോറ് ഇട്ട് അരച്ച് ഇതും കൂടെ നന്നായിട്ട്, ആ ചോറ് ഒരിക്കലും അരിയുടെ കൂടെ ഉഴുന്നിൻ്റെ കൂടെ ഇട്ട് അരയ്ക്കരുത്. കുറച്ച് ക്വാണ്ടിറ്റി ആണെങ്കിൽ പോലും തനിച്ചേ അരയ്ക്കാവും. നല്ല നൈസായിട്ട് അരയ്ക്കണമെങ്കിൽ മിക്സിയിലിട്ട് അരച്ച് ചേർത്താലും മതി. നല്ല പൂ പോലെ ഇഡ്ഡലി കിട്ടും കേട്ടോ. താങ്ക് യു.